പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ ഈ നുണ രാഷ്ട്രീയത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ഒരു തവണയല്ല എത്ര തവണ പറഞ്ഞതാണ്, ഈ ലോകത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, അതിൻ്റെ ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് ഒരു ഡിസർവിംഗ് ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തും പറയും, എന്തും ചെയ്യും. അവര് രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് ലെവലിൽ വരും നുണ പറയാൻ അവർ തയ്യാറാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടിന്റെ നുണ രാഷ്ട്രീയത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഉദാഹരണമാണ് തെലങ്കാനയിൽ അവരുടെ വാഗ്ദാനവും ഇന്ന് ആ വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് സർക്കാർ. ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് പിണറായി വിജയനോട് പറയാണ്, പോ മോനെ. ഇതിപ്പോ ഒരു പാർട്ടി വാക്ക് പാലിക്കാത്ത ഒരു പാർട്ടി മറ്റേ വാക്ക് പാലിക്കാത്ത പാർട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കുമ്പോൾ എന്ത് സ്ഥിതിയല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അതൊന്ന്, അപ്പൊ അതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം. BJPന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിജി വരുന്നു, അമിത്ഷാജി വരുന്നു, നിർമ്മല സീതാരാമൻ വരുന്നു, നഡ്ഡാജി വരുന്നു. കോൺഗ്രസ് കൊണ്ടുവരുന്നത് DK ശിവകുമാർ, ഖർഗെ, രേവന്ത് റെഡ്ഡി. ഇനിയിപ്പോ അതിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ അതിന്റെ മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്തോ. ഒരുമിച്ച് മത്സരിക്കുന്നത് CPM കോൺഗ്രസ് ആണ്. അപ്പൊ അവിടെ ഒരു ഡീലുണ്ട്. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ ഡീലുണ്ട്. ഈ കോൺഗ്രസ് CPMന്റെ ഡീലിനെ കുറിച്ച് മറ്റൊരു തെളിവ്, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPMന്റെ എതിരെ എന്തെങ്കിലും ചെയ്തോ പറഞ്ഞോ? ശബരിമല 2018 ദ്രോഹം, വിദ്യാഭ്യാസ മേഖല അതിന്റെ വീഴ്ച, ആരോഗ്യ മേഖലയിൽ വീഴ്ച, ഇവിടെ നടന്ന അഴിമതി, അതിനെ കുറിച്ച് 10 കൊല്ലം കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ചില്ലേ? അപ്പൊ അതിന്റെ ഡീലിന്റെ ഒരു തെളിവല്ലേ? അപ്പൊ CPM കോൺഗ്രസ് തമ്മിൽ ഒരു ഡീലുണ്ട്, അതിൽ ആർക്കും ഒരു സംശയമില്ല, അതൊരു ഡീലുണ്ട്. ആ ഡീലിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. കോൺഗ്രസും ജമാഅത്ത് തമ്മിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു. പിന്നെ ചോദിക്കേണ്ടത്, കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഏതെങ്കിലും കാലത്ത് ഒരു കോൺഗ്രസ് സർക്കാർ ഇവിടെ വന്നാൽ, UDF സർക്കാർ വന്നാൽ, മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ. അത് അവരുടെ കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ? അവർ തീരുമാനിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തിന്റെ തമ്മിൽ എന്താണ് ഡീൽ? മുസ്ലിം ലീഗ് ജമാഅത്തും SDPI തമ്മിൽ എന്താണ് ഡീൽ? ഡീലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഡീൽ എന്താണെന്ന് മുസ്ലിം ലീഗ് പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. അപ്പൊ ഇത് മൂന്നാമത്തെ ഒരു നുണ ഡീൽ. CPMഉം BJP തമ്മിൽ ഡീലിന്റെ സാധ്യത മൊട്ട 0ആണ്, 0 ആണ്. കാരണം CPMനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് കേരളത്തിൽ. CPMന്റെ അഴിമതി, CPMന്റെ ശബരിമല കൊള്ള, CPMന്റെ എക്സാലോജിക് സ്കാം, ഓരോരോ സ്കാമിന്റെ പിന്നിൽ
BJP NDA ആണ്. അവരുടെ അഴിമതിയും അവരുടെ ദുർഭരണവും അവരുടെ കുറ്റകരമായ അനാസ്ഥയും അവരെ തോൽപ്പിക്കുന്നത് BJP ആണ്. കോർപ്പറേഷൻ അവരെ തോൽപ്പിച്ചിട്ടാണ് BJP ജയിച്ചത്. അപ്പോൾ ഈ നുണ പ്രചരിപ്പിച്ച് അവരുടെ ഡീലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം അത് തെലങ്കാനയിൽ നടക്കും, അത് കേരളത്തിൽ നടക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ വോട്ട് ചെയ്യുന്നത് മലയാളിയാണ്. തെലങ്കാനയിൽ നടക്കുന്ന തന്ത്രവും തെലങ്കാനയിൽ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും ഇവിടെ നടക്കില്ല, അത് ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാലാമത്തെ ഒരു നുണന്റെ ഒരു ഉദാഹരണം, രാഹുൽ ഗാന്ധി ഈ നുണയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്ററാണ്, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇന്നലെ ആസാം ചീഫ് മിനിസ്റ്ററിനെതിരെ കോൺഗ്രസ് പാർട്ടി AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പ്രസ് വാർത്ത, ഇതെല്ലാം മാധ്യമ സുഹൃത്തൊന്ന് പഠിച്ച് മനസ്സിലാക്കി. ഡെഫമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കറക്റ്റ്, അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം. ബട്ട് ഒരു ഡോക്യുമെന്റിനെ ഫോൾസിഫൈ ചെയ്ത് ആരുടെ ഒരു പാസ്പോർട്ടിന് ഒരു മുഖ്യമന്ത്രിയുടെ വൈഫിന്റെ ഫോട്ടോ വെച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പൊ നുണ രാഷ്ട്രീയത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കോൺഗ്രസ് പോകുന്നു. അവരുടെ ഡെസ്പറേഷൻ, അവരെ പേടി, അവരുടെ ഭയം ഈ ലെവലിൽ വരെ തിരിക്കാൻ ഒന്നും പറയാനില്ല. നാടിനെ കുറിച്ച്, നാടിന്റെ ഭാവിയെ കുറിച്ച്, നാട്ടുകാരുടെ ഭാവിയെ കുറിച്ചൊന്നും പറയാനില്ല. ഈ നുണ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളെ ഇരകളാക്കുക. അപ്പൊ ഞാൻ അവസാനം ജനങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം എല്ലാവരും കണ്ട് മനസ്സിലാക്കി സഹിച്ചതാണ്. ആരും ഏത് സമുദായമാണെങ്കിലും അവർ ഏത് സമുദായത്തിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഏത് സമുദായമാണെങ്കിലും ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ അവരുടെ ഇരകളാവാൻ പാടില്ല. ഈ നുണ രാഷ്ട്രീയത്തിന് ഇരകളാവാൻ പാടില്ല. നിങ്ങൾ സമ്മതിക്കരുത്. സത്യം ജയിക്കണം. ഈ നുണ രാഷ്ട്രീയത്തിന് നമ്മൾ ഈ ഇലക്ഷനിൽ പൊളിക്കണം, വൺസ് ആൻഡ് ഫോർ ഓൾ പൊളിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. MT രമേശ് രണ്ടു വാക്ക് ഇതിൽ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ അച്ചത്തട്ട് രൂപീകരിച്ചിരിക്കുന്നു. BJP-യെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം വോട്ട് ഷിഫ്റ്റിങ്ങിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് കേരളത്തിൽ ഈ മൂന്ന് പാർട്ടികളും ചേർന്ന് നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സന്ദർഭത്തിലും പ്രചരണത്തിന്റെ സന്ദർഭത്തിലും എല്ലാം ഇത് വ്യക്തമായി ഞെളിച്ച് കാണുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കും. മഞ്ചേശ്വരത്തും കാസർഗോഡും LDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. മഞ്ചേശ്വരത്ത് ലീഗിനെ സഹായിക്കാൻ അവസാന നിമിഷം CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആ മാറ്റിയത് ഏത് ധാരണയുടെയും ഏത് ഡീലിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞത് CPM ഞങ്ങളെ സഹായിക്കും, SDPI ഞങ്ങളെ സഹായിക്കും, അങ്ങനെ ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. കാസർഗോഡ് പരമ്പരാഗതമായിട്ട് INL-ന്റെ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്രാവശ്യം തീർത്തും അപ്രസക്തനായ, ആർക്കും അറിയാത്ത ഒരു പുതിയൊരു മുഖത്തെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ അവസാന മുഹൂർത്തത്തിൽ LDF അവതരിപ്പിക്കുകയാണ്. കാസർഗോഡ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് പകൽ പോലെ വ്യക്തമാണ്, ലീഗിനെ സഹായിക്കാനാണ്. അപ്പൊ കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗിനെ സഹായിക്കാൻ CPO LDF തീരുമാനിച്ചത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്. അത് CPM വ്യക്തമാക്കണം. പാലക്കാട് കാലാകാലമായിട്ട് CPM-ന്റെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. CPM-ൽ എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ
ഈ പ്രാവശ്യം എന്തിനാണ് CPM ഒരു സ്വതന്ത്ര പരിവേഷം കെട്ടി ഒരു വ്യവസായിയെ മത്സരിപ്പിക്കുന്നത്? അത് കോൺഗ്രസിന് വേണ്ടി സഹായിക്കാനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോ പാലക്കാട് ഡീല് കോൺഗ്രസും CPM തമ്മിലാണ്. തൃശ്ശൂരിൽ CPI എല്ലാ കാലത്തും CPIയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം എന്താ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് CPI നിർത്താത്തത്? എന്താ LDF നിർത്താത്തത്? അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ ഈ മണ്ഡലങ്ങളൊക്കെ BJPയുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം CPM-ഉം ലീഗും പരസ്പരം, CPM-ഉം കോൺഗ്രസും പരസ്പരം സഹായിച്ച് BJPക്കെതിരായിട്ടുള്ള ഒരു അച്ചുതണ്ട് രൂപീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ചില സീറ്റുകളിൽ ലീഗ് കോൺഗ്രസിനോട് വിലപേശു വാങ്ങി അവിടെ CPM-നെ സഹായിക്കുക. ഉദാഹരണമായിട്ട് കൂത്തുപറമ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈ കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എന്താ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്? എന്തിനാണ് കൂത്തുപറമ്പിൽ പരിചയമൊന്നുമില്ലാത്ത വയനാട്ടിലെ ഒരു ഹിന്ദു നാമധാരിയെ എന്തിനാണ് കൂത്തുപറമ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചത്? കൂത്തുപറമ്പ് സംവരണ മണ്ഡലമൊന്നുമല്ലല്ലോ. അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? എന്താണ് ഡീല്? LDF-ഉം UDF-ഉം തമ്മിൽ അവിടെ ഉണ്ടാക്കിയ ഡീൽ എന്താണെന്ന് ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പറയട്ടെ. കാലാകാലമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ചേലക്കര, സംവരണ മണ്ഡലമാണ്. ആ ചേലക്കര കോൺഗ്രസിനോട് വിലപേശി ലീഗ് വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ആർക്കും അറിയാത്ത, ചേലക്കരക്കാർക്ക് ആർക്കും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു, ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം? ചേലക്കരയിൽ ആരെ സഹായിക്കാനാണ്? എന്തിനാണ് ലീഗ് കോൺഗ്രസിനോട് വിലപേശി ആ സീറ്റ് മേടിച്ചാണ് മത്സരിപ്പിക്കുന്നത്? അപ്പൊ ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ലീഗും ചേർന്നുകൊണ്ട് ഒരു BJP വിരുദ്ധ അച്ചുതണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. BJPയുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധവ പരിശ്രമമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുസ്ലിം ലീഗാണ് UDF-ന്റെ ഒന്നാമത്തെ കക്ഷിയായിട്ട് മാറുന്നത്. UDF-ന്റെ ഫസ്റ്റ് പാർട്ണർ കോൺഗ്രസ് ആണോ ലീഗാണോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് UDF-ന്റെ ഫസ്റ്റ് പാർട്ണർ കോൺഗ്രസ് അല്ല, ലീഗാണ്. മുസ്ലിം ലീഗിന് വിധേയപ്പെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. മുസ്ലിം ലീഗാണ് ഇവരുമായിട്ട് എല്ലാവരും, ജമാഅത്ത് ഇസ്ലാമി, SDPI പോലെയുള്ള ആളുകൾ, CPM പോലെ ആളുകൾ എല്ലാവരുമായി ഡീൽ ഉണ്ടാക്കുന്നതും മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. BJP വിരുദ്ധ അച്ചുതണ്ടുണ്ടാക്കി വിജയിച്ചു കളയാമെന്നുള്ള വ്യാമോഹം ഉണ്ടാവേണ്ട. അതിനെയും മറികടന്നുകൊണ്ട് ഈ പ്രാവശ്യം കേരളത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു. മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം ആരംഭിക്കുന്നു. അപ്പോൾ 4 മന്ത്രിമാർ. ഈ ലീഗിന് ഇത്തരം പദവികൾ വരുന്നതിൽ എന്ത് അപകടമാണ് BJP? അങ്ങനെ ആണെങ്കിൽ പറയട്ടെ. BJP നിങ്ങൾക്കൊരു അപകടമില്ല. ഡീലിനെ കുറിച്ച് പറയുന്ന കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിന്റെ ഒപ്പം ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയണ്ടേ? ജനങ്ങളുടെ മുമ്പിൽ പറയണ്ടേ? ഇതല്ലേ ഡെമോക്രസി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടല്ലോ. നിങ്ങൾ പറയൂ, ഞങ്ങൾക്കൊരു പ്രോബ്ലമില്ല. അത് പറയട്ടെ. ഈ ഡീൽ ഞങ്ങളല്ലല്ലോ തുടങ്ങിയത്. ഈ നുണ പറഞ്ഞ് നടക്കുന്ന ഡീലിനെ കുറിച്ച് നുണ പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ മുസ്ലിം ലീഗിനൊപ്പം ഡീൽ ചെയ്തിട്ടുണ്ടോ? ആണെങ്കിൽ പറയണം. എന്തോ അല്ല, അപ്പൊ പറയട്ടെ. അല്ല അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം. അല്ല, ഞങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ അതിന് നിങ്ങൾ ചോദിച്ചല്ലോ. അല്ല, കഴിഞ്ഞ 5 ദിവസമായിട്ട് എന്താ പറഞ്ഞത്? 2020 നിങ്ങൾ തൃപ്പൂണിത്തറ സീറ്റ് കൊടുത്തത് CPM-ന്റെ ഡീലിന്റെ ഭാഗമായിട്ട് ആരാ പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞു? ഒരു മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഉള്ള സംഗതി അത് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് തൃപ്പൂണിത്തറ സീറ്റ് കൊടുത്തത് CPM-ന്റെ ഡീലിന്റെ ഭാഗമായിട്ട്? കൊടുങ്ങല്ലൂർ സീറ്റ് എന്തിനു കൊടുത്തു? ഇത് മാധ്യമ സുഹൃത്തും കോൺഗ്രസ് പാർട്ടി ഇതല്ല പറഞ്ഞു. അല്ല, സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഒന്നും പറയാനില്ല. ഞാൻ നോക്കൂ, UDF മുന്നണിയുടെ ഭാഗമാണല്ലോ കോൺഗ്രസും മുസ്ലിം ലീഗും. അവര് മുന്നണിയുടെ ഭാഗമാണ്, നോ ഇഷ്യൂ. പക്ഷെ അങ്ങനെ ഒരു ഡീൽ, ഒരു സ്പെഷ്യൽ ഡീൽ ഉണ്ടെങ്കിൽ അത് പറയണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രമേശ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി SDPI-യുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗാണ്. അപ്പൊ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി കണ്ടുകൊണ്ടാണോ നിങ്ങളുടെ ആരോപണം? അത് സംശയമുണ്ടോ? ഇത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. 5ാം മന്ത്രിസ്ഥാനം കൊടുത്തതിന്റെ പേരിലാണ് UDF തോറ്റുപോയെന്ന് വിലയിരുത്തി ഞങ്ങളല്ലല്ലോ, UDF-ന്റെ വിലയിരുത്തി, കോൺഗ്രസ് അല്ലേ വിലയിരുത്തി.
അപ്പൊ 6ാം മന്ത്രിസ്ഥാനം ഇപ്രാവശ്യം കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അവരാണ് പറയേണ്ടത്. അവർ പറയേണ്ട ജനങ്ങളോട്. അല്ല, അങ്ങനെ ഒരു ഡീൽ ഇല്ലെങ്കിൽ പറയണ്ടേ ഡീലില്ലാന്ന്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഡീലിന്റെ ചർച്ച തുടങ്ങിയത് ഞങ്ങളല്ല. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് നാടിന്റെ ഭാവി, നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് മുമ്പോട്ട് വെക്കുമ്പോഴാണ് ഇവര് ഡീൽ എന്ന് പറഞ്ഞ് നടക്കുന്നത്. നുണ പറയുന്നു. അപ്പൊ നുണ പറയുമ്പോൾ ഞങ്ങൾ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ. FCR നിയമം പരിധി വരുന്നു. എന്തോ FCR നിയമത്തിന്റെ നുണയില്ലെങ്കിൽ പിന്നെന്താ? അല്ല നിങ്ങളെന്നെ പറഞ്ഞോളൂ. ഞാൻ അത് വായിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അത് FCRൽ ആന്റി ക്രിസ്ത്യനോ ഒരു 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 പ്രൊവിഷൻ ഇല്ലായിരുന്നു. FCR ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ KCBC ആണ് ആദ്യം. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചാലോ, അവരോട് പറഞ്ഞാലോ അതില്ല, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇത് പ്രചരിപ്പിക്കുന്നത് ആരാ? പൊളിറ്റിക്കൽ പാർട്ടി പ്രചരിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞാൻ എന്താ പറഞ്ഞത്? നുണ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇത് ഈ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി. അത് തെലങ്കാനയിൽ തുടങ്ങിയതാണ്. ഞാൻ കണ്ടതല്ലേ, മനസ്സിലാക്കിയതല്ലേ. ഇവിടെ അത് ഞാൻ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ, അതിന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അതിന് സ്പേസ് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇങ്ങനെ അധ്വാനിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ല മാനിഫെസ്റ്റോ, നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുമ്പോൾ DK ശിവകുമാർ ഇവിടെ വന്നിട്ട് ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? നമസ്കാരം പറഞ്ഞു. അത് സമ്മതിക്കില്ല. ഡീല് ഇല്ലാന്ന് പറയാൻ ശ്രമിക്കാം. പക്ഷേ CPM പറയുന്നത് BJP കോൺഗ്രസും തമ്മിൽ ഡീലാണ്. പക്ഷേ ഈ പത്രസമ്മേളനത്തിൽ ഒരിടത്തും പ്രസിഡന്റ് അതിനെ ഡിഫെൻഡ് ചെയ്ത് കണ്ടുമില്ല. അപ്പൊ കോൺഗ്രസിന് ആ പറയുന്നത് കൂടുതൽ ശക്തി വരെയല്ലേ? ഞാൻ CPM-നെതിരെ ഇന്ന് തെറി പറഞ്ഞില്ല. അങ്ങനെ ഡീലില്ല എന്ന് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാനല്ലേ കൂടുതൽ? ഞാൻ കോൺഗ്രസ് ഇന്ന് പേപ്പർ DK ശിവകുമാർ ഇവിടെ വന്ന് ഡീലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാൻ വലിയൊരു താല്പര്യമുണ്ട്. കാരണം DK ശിവകുമാർ രാഷ്ട്രീയത്തിൽ സംസാരിക്കാൻ പാടില്ല. ഏറ്റവും ഫ്രോഡ് പൊളിറ്റീഷ്യനാണ്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് BJPയും CPM തമ്മിൽ ഡീലിൽ നിന്ന് പറഞ്ഞു നടക്കുന്ന DK ശിവകുമാർ. അല്ല, നോക്കൂ, ഇന്നൊന്ന് ആലോചിക്കൂ, ഇത് എന്താ നടക്കുന്നത്? ഡീലിനെ കുറിച്ച് ഒരു തെളിവും ഒരു ഒറ്റ ഫാക്ട് ഇല്ലാണ്ട് ഇത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തുകൊണ്ട്? കാരണം അവർക്കറിയാം ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടുന്നില്ല. CPM-ന് ആന്റി ഇൻകംബൻസി വോട്ട് കിട്ടുന്നില്ല. മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ആവുന്നില്ല. ഇതുകൊണ്ടല്ലേ ഈ പ്രചരണം. അത് ഞങ്ങൾ സമ്മതിക്കണം നമ്മൾ. പിന്നെ നിങ്ങളിപ്പോ CPM-നെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയി, മിസ്സായി പോയി എന്റെ പ്രസ് കോൺഫറൻസിൽ. ഇന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, കേരളത്തിന്റെ നേട്ടം, കേരളത്തിന്റെ ചാട്ടം എല്ലാം പറഞ്ഞ മുഖ്യമന്ത്രി, അദ്ദേഹത്തോട് പറയാൻ ഇതേ ഉള്ളൂ. ഒരു മുതിർന്ന നേതാവാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമാണ്. ഇവിടെ ആർക്കെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കുടുംബം ആരാണ്, എവിടെയാണ്, ഏത് സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. ഇനിയിപ്പോ അത് വിടും. ഇവിടെ ഒരു നേട്ടം വന്നിട്ടില്ല. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്നായിരുന്നു വാഗ്ദാനം. ഒന്നും ശരിയായിട്ടില്ല. അഴിമതി ശരിയായിട്ടുണ്ട്. ശബരിമല കൊള്ള നടന്നിട്ടുണ്ട്. ശബരിമലയെ കുറിച്ച് ഒരു യൂട്ടേൺ നടന്നിട്ടുണ്ട്. ഇതെല്ലാം നേട്ടമാണെന്ന് പറഞ്ഞു നടക്കുന്ന CPM സർക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും ശരിയല്ല. അതിലൊരു വലിയ മാറ്റം ഈ ഇലക്ഷനിൽ ജനങ്ങൾ നിങ്ങൾക്കൊരു മറുപടി തരും. നന്നായി ഒരു ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് ഈ ഇലക്ഷനിൽ CPM-ന് കിട്ടും. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ അതിന് മറുപടി തന്നതാണ്. 80% ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ കുത്തി നിറയ്ക്കുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ, അതിൽ ഒരു 10-15% സമുദായത്തിലെ ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക മനസ്സിലാവുമ്പോഴാണ് ഞങ്ങൾ ഗവൺമെന്റ് ഇന്ത്യയോട് പറഞ്ഞത്, ആശങ്ക ഉണ്ടെങ്കിൽ ഈ ബില്ല് പാസ് ചെയ്തത് അവർ ചർച്ച ചെയ്തിട്ട് മാത്രം ബില്ല് പാസ് ചെയ്യണം. അതാണ് കിരൺ റിജിജു ഇവിടെ വന്ന് പറഞ്ഞ് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്തത്. എന്താണ് കിരൺ റിജിജു പറഞ്ഞത്? നിങ്ങളെന്റെ റിപ്പോർട്ടൊന്നും വായിക്കുന്നില്ലെങ്കിൽ ഞാൻ കിരൺ റിജിജു പറഞ്ഞത്, അങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ ഡൽഹി അവർ വരിക,
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. ഒരു ചോദ്യം, അങ്ങേക്കെതിരെ നേമത്തെ LDF സ്ഥാനാർത്ഥി ഒരു പരാതിയിൽ പറയുന്നത് തപാലുകളും കൊറിയർ പാഴ്സലുകളും വഴി പണം ഇങ്ങോട്ടേക്ക് എത്തുന്നുവെന്നും അത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വാഹനങ്ങൾ വഴി മണ്ഡലത്തിലുടനീളം വിതരണം ചെയ്യുന്നു, ഒഴുകുന്നു എന്നുമാണ്. ഈ കോൺഗ്രസും CPM തമ്മിലൊരു കോമ്പറ്റീഷൻ, ആരാണ് ഏറ്റവും എബ്സേർഡ് കാര്യങ്ങൾ പറയുന്നത്. കോൺഗ്രസ് ഇതുവരെ ഗോൾഡ് മെഡൽ ചാമ്പ്യൻ ആയിരുന്നു. ഇനിയിപ്പോ സഖാവ് ശിവൻകുട്ടി അതിലൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അല്ല, പറയുകയാണെങ്കിൽ കുറച്ച് കോൺഗ്രസിന് പഠിക്കണം, കുറച്ചെങ്കിലും അതില് വിഡിത്തരം മുക്ത പ്രചരണം നടത്തണം. ഇതെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ്. ഈ പേടി ഉണ്ടാവുമ്പോ, ഭയം വരുമ്പോ ഓരോന്നിങ്ങനെ പറയും. അത് മെയ് 4-ാം തീയതി വരെ ഉണ്ടാവും. കുറച്ചല്ല ഇതെല്ലാം ഇന്നലെ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ കാട്ടാക്കടയില് കൃഷ്ണദാസ് നടത്തിയൊരു പ്രസംഗത്തില് UDF LDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പാക്കപ്പെടുന്നു. BJP അങ്ങനെ പ്രസംഗം നടത്തിയിരുന്നു. ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായം. ഞാനും MD രമേശോട് ഉണ്ടായിരുന്നു, ഞങ്ങളും കേട്ടില്ല. അങ്ങനെ പ്രസംഗം നടത്തിയിരുന്നു. വീഡിയോ പോയതിനു ശേഷമാണ് പ്രസംഗം നടത്തിയത്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശീകരിച്ച് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. സുരക്ഷിത കേരളം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞില്ലല്ലോ, മാനിഫെസ്റ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു കൃത്യമായി ഞങ്ങൾ മാനിഫെസ്റ്റോ, നല്ല മാനിഫെസ്റ്റോ ആണ്. 4.5 മാസം അധ്വാനിച്ചുണ്ടാക്കിയ മാനിഫെസ്റ്റോ ആണ്. അതിലൊന്നുമില്ല. അങ്ങയുടെ വികസന നിയമം ഇതിനകത്ത് തീരദേശം ഉൾപ്പെടുന്ന പനത്തുറ ഭാഗത്തെ കുറിച്ച് പരാമർശവും അവിടെ വികസനത്തെ സംബന്ധിച്ചൊന്നും ആ തീരമേഖലയെ കുറിച്ച് ഒന്നും കണ്ടില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ കുറെ ജെൻഡർ ഇഷ്യൂസും ഉണ്ട്. മൊത്തം തീരദേശത്തെ ഡെവലപ്മെന്റിനെ കുറിച്ച് മാനിഫെസ്റ്റോയിൽ നല്ല ഫുൾ ചാപ്റ്റർ ഉണ്ട്. പനത്തുറയും കവർ ആവും. അതിൽ അംഗീകരിക്കുന്നില്ലേ BJP? അങ്ങനെയാണ് അത് അങ്ങനെ സംഭവം ഇല്ലെന്നാണ്. കാരണം വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി ശ്രീരേഖ അടക്കം ആ വിഷയം ഉന്നയിച്ചില്ല. അല്ല, ആ വിഷയത്തിൽ ഈ കോൺസെപ്റ്റിനെ സംബന്ധിച്ചുള്ളതല്ലല്ലോ. ഇവിടുത്തെ ക്രിസ്ത്യൻ യുവതികളെയും ഹിന്ദു യുവതികളെയും പ്രേമം നടിച്ച് തട്ടിക്കൊണ്ടുപോവുകയും സിറിയയിലേക്കും ഒക്കെ കടത്തുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം ഈ കേരളത്തിലെ സാമുദായിക നേതാക്കന്മാർ, വിവിധ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, ക്രിസ്ത്യൻ സഭകൾ ഒക്കെ അതാത് കാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവസാനം കോതമംഗലത്തെ ഒരു ക്രിസ്ത്യൻ യുവതിയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയതിനെ സംബന്ധിച്ച് പ്രതിഷേധിക്കാൻ പോലും ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാകാത്ത സാഹചര്യത്തിൽ BJP മാത്രമാണ് ആ പ്രതിഷേധ രംഗത്തുണ്ടായിട്ടുള്ളത്. ലവ് ജിഹാദ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല. അതിന്റെ ടെക്നിക്കൽ ടേമിനെ സംബന്ധിച്ചാണ് സംശയം. ആ ടെക്നിക്കൽ ടേം സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും ഉചിതമായിട്ടുള്ള ടെക്നിക്കൽ ടേം ഉപയോഗിക്കാം. ഇത് മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച്. കോതമംഗലത്തിൽ ഇത് നടന്നപ്പോൾ ഷോൺ ജോർജ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ലീഗൽ ക്രിമിനൽ ഡെഫിനിഷൻ CRPCയിലോ ക്രിമിനൽ കോഡിൽ ഇല്ല. അതാണ് കൊണ്ടുവരുന്നത്. അത് എന്താണ് പ്രോസിക്യൂട്ടബിൾ ക്രൈം, അതിന്റെ ഡെഫിനിഷൻ ഇന്നിപ്പോ ഇല്ല. അത് ചർച്ച ചെയ്യണം. ഈ രണ്ട് മുന്നണിയിൽ അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദ് നടപ്പാക്കപ്പെടുന്നതാണ് പറയുന്നത്. വ്യാജ പ്രയോഗം നടിച്ച് സിറിയയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് മാറ്റിയ പറയുന്നത്. ആ പ്രസംഗം നമ്മുടെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പോയി ചോദിക്കേ, കൃഷ്ണ സെന്റർ ഉണ്ടല്ലോ. ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.